കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ അവസാനിച്ച കണക്കാണ് എല്ലാവരും നിമിഷപ്രിയയുടെ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ലോകത്ത് ഈ റോഡിന്റെ സൈഡ് വക്കത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് കിടപ്പുണ്ട്, വീടില്ലാത്ത ആൾക്കാർ കിടക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ ഒരു തെറ്റും ചെയ്യാണ്ട് ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും രക്ഷിക്കാൻ നേരല്ല. ഈ ഒരു കൊടും കുറ്റവാളി, ഒരു ക്രിമിനലാണ് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി. യമനിൽ ആ ഒരു 110ഓളം കഷ്ണങ്ങളാക്കി എന്ന് പറയുന്ന നിസ്സാരമില്ല. ആ ഒരു വീട്ടുകാർക്ക് ആ ഒരു യമൻ പൗരന്റെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. ആ 110ഓളം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് പോരാനിട്ട് ഈ ഒരു വ്യക്തി ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കൂട്ടുപ്രതിയായിട്ട് ചേർന്നിട്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന വാട്ടർ ടാങ്കിനകത്തേക്കാണ് ഈ ഒരു സംഭവം കയറ്റിയിട്ടേക്കുന്നത്. അതും വലിയൊരു തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെയാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കേരളത്തിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഒരു ആളുടെ നമ്മുടെ ദേഹത്ത് ഒരാൾ കൈവയ്ക്കുമ്പോഴേ നമുക്ക് എന്തുമാത്രം വേദന അനുഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ ഒരു 110ഓളം കഷ്ണങ്ങളാക്കിയെന്ന് പറയുമ്പം എന്ത് നന്മയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. എത്രയോ പീഡിതരായിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട്. പക്ഷെ അവരാരും ഇന്നുവരെയ്ക്ക് ഈ ഒരു രീതിയിൽ ചിന്തിച്ചു പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൽ എന്താണ് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഇത്? കാരണം എത്രയും ആൾക്കാർ, ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ, ഒരു ചെറിയ നിസ്സാര പ്രശ്നങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും രക്ഷിക്കാൻ വയ്യ. ഇപ്പം ഒരു കാര്യം, ഈ കൂടത്തായി ജോളി, ജിഷ വധക്കേസ്, ഈ ഒരു നമ്മുടെ സൗമ്യ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കഷായം ഗ്രീഷ്മ, ഇവരെല്ലാരും വലിയ വലിയ തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പോട്ടെ അഫാൻ, എല്ലാരും ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാരും ജയിലിൽ കൊണ്ട് ജിട്ടേക്കാണ്. ഇവരൊക്കെ ഈ ഒരു യമനിൽ പോയിട്ടോ പുറം രാജ്യത്ത് ചെയ്ത പോലെയുള്ള ഓരോ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ചെന്നിട്ട് അവർ കാശ് മുടക്കി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. എന്താണ് ഇതിനർത്ഥമൊന്നും ഒരിക്കലും മനസ്സിലാവുന്നില്ല. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഇത് മറ്റുള്ളവർക്ക് തോന്നിയിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാണ്. കാരണം മറ്റൊരു ആളെ നശിപ്പിച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ മൃതശരീരം പോലും അവർക്ക് സംസ്കരിക്കാൻ പോലും കിട്ടാത്ത രീതിയിൽ ആക്കി വെച്ചിട്ട് പോരാത്തന്നെ ഇവിടുന്ന് കല്യാണവും കഴിച്ച് അവിടെ ചെന്ന് വേറൊരു കല്യാണവും കഴിച്ച് നിയമപരമായിട്ടൊരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു തെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിലെന്താണ് ഒരു നന്മ കിടക്കുന്നത്? ഇപ്പം ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ആ ഒരു വധശിക്ഷയിൽ നിന്ന് മാറ്റി കിട്ടണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ ഈ കാന്താപുരം അബൂബക്കർ ഉസ്താദ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ അടിയാണെന്ന് വെച്ചാല് എനിക്കാണ് ക്രെഡിറ്റ്, ഞാൻ കാരണമാണ് ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചത് എന്നുള്ള രീതിയിലുള്ള ക്രെഡിറ്റ് നേടാനുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഇവിടുത്തെ ഈ ഒരു കേരളത്തിലെ ആൾക്കാർ തന്നെയാണ് ആ ഒരു യമൻ പൗരന്റെ സഹോദരന്റെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് അറബിയിൽ ഇവിടുത്തെ ആൾക്കാർ ഇപ്പൊ ട്രാൻസ്ലേഷൻ നിലനിൽക്കുന്ന നിമിഷപ്രിയ ഇവിടെ വാഴ്ത്തപ്പെടുന്നു, സഹോദരനാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പരത്തുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്.